ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ടാലി ആർ P9 മൊഡ്യൂൾ 2 അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് ആണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളതാണ് ഈ അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഈ ടാലി ആർ P9 യൂസ് ചെയ്യുന്നതിൽ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ടിംഗ്, ക്ലാസിഫൈങ്, റെക്കോർഡിംഗ് ഒക്കെ സിംപ്ലിഫൈ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ എലമെൻസ് ഒക്കെ. ഇനി അക്കൗണ്ട്സ് ഇൻ ടാലി ആർ P നമ്മൾ ഗ്രൂപ്പ്സ് ഇൻ ടാലി പറയാം. ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഡ്ജേഴ്സിൻ്റെ ആ കൂട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻസിന് മൊത്തം നമ്മൾ പറയുന്നതാണ് ഗ്രൂപ്പ്സ് എന്ന്. കാറ്റഗറീസ് ആയിട്ടുള്ള അസറ്റ്സ്, ലൈബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ് എന്ന് നമുക്ക് അക്കൗണ്ട്സിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പും യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പും ഉണ്ട്. പ്രീ ഡിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് അതിനകത്ത് ഉള്ളതാണ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട്, ഫിക്സ്ഡ് അസറ്റ്, സൺഡി ഡെപ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. യൂസർ ഡിഫൈൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെയായിട്ട് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് ഗ്രൂപ്പ്സിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അത് ഫെസിലിറ്റേറ്റ് ചെയ്യും, നമ്മുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ. ഓക്കെ, അടുത്തത് ലെഡ്ജേഴ്സ് എന്താണ്? എ ലെഡ്ജർ ഇസ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അണ്ടർ സ്പെസിഫിക് കാറ്റഗറി. ഒരു സ്പെസിഫിക് കാറ്റഗറിയിലെ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആ ഡീറ്റെയിൽഡ് അക്കൗണ്ടിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ബാങ്ക് അക്കൗണ്ട്, റെന്റ്, സെയിൽസ്, അതൊക്കെ ഒരു ലെഡ്ജേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇൻകം ലെഡ്ജർ, എക്സ്പെൻസ്, അസറ്റ് ആൻഡ് ലൈബിലിറ്റി ലെഡ്ജർ ഒക്കെ ഉണ്ട്. ഇൻകത്തിൽ വരുന്നതാണ് സെയിൽസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇത് ഓരോന്നും ഓരോ ലെഡ്ജേഴ്സ് ആണ്. എക്സ്പെൻസിൽ റെന്റ് പെയ്ഡ്, അതൊരു ലെഡ്ജർ. സാലറീസ്, അതൊരു ലെഡ്ജർ. പിന്നെ അസറ്റ് ആൻഡ് ലൈബിലിറ്റീസിൽ ബാങ്ക് അക്കൗണ്ട്, ലോൺസ്, ഇതൊക്കെയാണ് ലെഡ്ജേഴ്സിന് എക്സാമ്പിൾ. പിന്നെ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനാണ്? ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കുക, അക്കൗണ്ട് ഇൻഫോ, ലെഡ്ജേഴ്സ് ക്രിയേറ്റ്. ഇതിൻ്റെ പർപ്പസ് എന്താണ്? ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡിങ്ങും ബിസിനസ് ട്രാൻസാക്ഷൻസ് റിപ്പോർട്ടൊക്കെ എനേബിൾ ചെയ്യും. പിന്നെ വൗച്ചേഴ്സ് ഇൻ ടാലി ആർ P9 ആണ് പറയുന്നത്. എന്താണ് ഒരു വൗച്ചർ? ഒരു വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എൻട്രി യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വൗച്ചർ എന്ന് പറഞ്ഞാൽ. ഒരു ഫിനാൻഷ്യൽ ഇവൻറ്റിനെ പ്രൂഫായിട്ട് അത് ആക്ട് ചെയ്യും. ഒരു ഫിസിക്കൽ വൗച്ചർ ഒരു സിമിലർ ആണ് ഈ നമ്മുടെ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ വരുന്ന വൗച്ചർ. അതിൻ്റെ ടൈപ്സ് കോൺട്രാ വൗച്ചർ ഉണ്ട്. ക്യാഷും ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് കോൺട്രാ വൗച്ചർ. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഡിപ്പോസിറ്റിംഗ് ക്യാഷ് ഇൻ ടു ബാങ്ക്. നമ്മളിത് ഓൾറെഡി അക്കൗണ്ടിൽ പഠിക്കുന്നതാണ് എന്താണ് കോൺട്രാ എൻട്രി എന്നൊക്കെ. ഓക്കെ, രണ്ടാമത്തത് പേയ്മെൻറ്റ് വൗച്ചർ F5 ആണ് ഇതിൻ്റെ പറയുന്നത്. എല്ലാ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് വൗച്ചർ. നമ്മൾ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, എക്സ്പെൻസ് കൊടുത്തു, ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലോ, നമുക്ക് എന്തൊക്കെ കിട്ടി അതിൻ്റെ ഇൻഫ്ലോ പറയുന്നത്. സെയിൽസ് റെസിപ്റ്റ് വന്നു, പേയ്മെൻറ്റ് ഫ്രം കസ്റ്റമേഴ്സ്. പിന്നെ ജേണൽ വൗച്ചേഴ്സ് F7. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ജേണൽ വൗച്ചർ. സെയിൽസ് വൗച്ചർ എന്ന് പറഞ്ഞാൽ സെയിൽസ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, GST ഇൻക്ലൂഡ് ചെയ്തതൊക്കെ. ഓക്കെ, പിന്നെ പർച്ചേസ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് വൗച്ചർ ആണ്. പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ് ഉണ്ട്, അതായത് ഫ്യൂച്ചർ ഡേറ്റഡ് എൻട്രീസ് ദാറ്റ് ഡു നോട്ട് അഫക്ട് ബുക്ക് അണ്ടിൽ ദ ഡേറ്റ് അറൈവ്സ്, അതൊക്കെ അലൗ ചെയ്യും. പിന്നെ റിവേഴ്സിംഗ് ജേണൽസ്, ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ദാറ്റ് റിവേഴ്സ് ഓട്ടോമാറ്റിക്കലി. ഓപ്ഷണൽ വൗച്ചേഴ്സ്, പ്രൊഫഷണൽ എൻട്രീസ് ഫോർ റിവ്യൂയിങ് ബിഫോർ ഫൈനൽ പോസ്റ്റിംഗ്. പിന്നെ വൗച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഗേറ്റ് വേ ഓഫ് ടാലി അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൗച്ചർ ടൈപ്പ് ഏതാണ്? പേയ്മെന്റിന് വേണ്ടിയാണോ അതോ സെയിൽസിന് വേണ്ടിയാണോ എന്താണെന്ന് വെച്ചാൽ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക. നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, പാർട്ടിയുടെ നെയിം, എമൗണ്ട്, നറേഷൻ ഒക്കെ കൊടുത്ത് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാം. ദെൻ റിപ്പോർട്ട് ജനറേറ്റഡ് ഫ്രം അക്കൗണ്ട്സ് ആൻഡ് വൗച്ചർ. ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് സമ്മറൈസിംഗ് ഓൾ ലെഡ്ജർ ബാലൻസ് ടു എൻഷുർ ദാറ്റ് ദ ടോട്ടൽ ഡെബിറ്റ്സ് ഈക്വൽ ടോട്ടൽ ക്രെഡിറ്റ്സ്. ടോട്ടൽ ഡെബ്റ്റ്സും ക്രെഡിറ്റ്സും ഈക്വൽ ആണെന്ന് കാണിക്കുന്ന ആ ലെഡ്ജർ ബാലൻസിനൊക്കെ സമ്മറൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുക. പിന്നെ ലെഡ്ജർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിനാണ് നമ്മൾ ലെഡ്ജർ റിപ്പോർട്ട് എന്ന് പറയുക. ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടഡ് പീരീഡിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന വൗച്ചർ എൻട്രീസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഡേ ബുക്ക്. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തതും ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ അതിൻ്റെ ഡിഫറൻസും അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് കാണിക്കുന്നതാണ് എന്താ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലെഡ്ജറുണ്ട്, മൾട്ടിപ്പിൾ ലെഡ്ജറുണ്ട്. അത് നമുക്ക് സിംഗിൾ ലെഡ്ജറിനെ കുറിച്ച് പറയാം. Ledger represent individuals account for assets, liabilities, incomes and expenses. Each transaction is recorded under a ledger. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലെഡ്ജർ ക്രിയേഷനിലോട്ട് പോകണം. എന്താണ്? ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, ലെഡ്ജർ ക്രിയേറ്റ്. നമ്മൾ സിംഗിൾ ലെഡ്ജറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ലെഡ്ജറിൻ്റെ നെയിം എൻ്റർ ചെയ്യുക. അതായത് ഇപ്പോൾ ഈവൻ ക്യാഷ് ആണോ, റെൻറ്റ് പെയ്ഡ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഏതാണോ ലെഡ്ജർ അതിൻ്റെ പേര് കൊടുക്കുക. അത് ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ റെൻറ്റ് പെയ്ഡ് അതൊക്കെ ആണെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരും എന്ന് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ ക്യാഷ് ആണെങ്കിൽ അത് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും വരിക. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും വരിക. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്യുക. പ്രസ് എൻ്റർ അല്ലെങ്കിൽ ദെൻ വൈ ഞെക്കി നമുക്കത് സേവ് ചെയ്യാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ ലെഡ്ജർ ആണെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, ലെഡ്ജർ ക്രിയേറ്റ്. അതിൽ മൾട്ടിപ്പിൾ ലെഡ്ജർ ചൂസ് ചെയ്യുക. ഒരു ഗ്രൂപ്പ് ചൂസ് ചെയ്യുക. ഓൾ ഐറ്റംസ് സൺഡേ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ അതിനുശേഷം അതിൽ വരുന്ന നെയിമും ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. പിന്നെ ലെഡ്ജർ ക്രിയേഷൻ എക്സാമ്പിളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെയിം ക്യാഷ് കൊടുക്കുക, ഗ്രൂപ്പ് ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ 50,000 കൊടുക്കുക, റെൻറ്റ് അങ്ങനെ കസ്റ്റമർ ലെഡ്ജർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? നമ്മൾ ആദ്യം പ്രോപ്പർ ആയിട്ടുള്ള ലെഡ്ജർ ക്രിയേഷൻസ് ഒക്കെ നടത്തുക. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അസറ്റ്, ലൈബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ് അങ്ങനെ എല്ലാ ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം കറക്റ്റ് ഗ്രൂപ്പ്സിൻ്റെ അണ്ടറിൽ ഈ ലെഡ്ജേഴ്സ് ഒക്കെ അസൈൻ ചെയ്തിരിക്കണം. അപ്പോൾ അസറ്റ്സ് ആണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് ആണോ, കറണ്ട് അസറ്റ് ആണോ, അങ്ങനെ ഓരോ ഗ്രൂപ്പ്സിൻ്റെ അണ്ടറിൽ കൊടുക്കുക. ലൈബിലിറ്റീസ് അനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അതെല്ലാം കണ്ടുപിടിക്കാം. അതിനുശേഷം ഓൾ ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യണം.
നമ്മുടെ പീരീഡ് അനുസരിച്ച് സെയിൽസ്, പർച്ചേസ്, പേയ്മെൻറ്റ് കിട്ടിയത്, റെസിപ്റ്റ്സ് കിട്ടിയത്, പേയ്മെൻറ്റ് കൊടുത്തത്, റെസിപ്റ്റ്സ് കിട്ടിയതൊക്കെ നമ്മൾ എൻ്റർ ചെയ്യാൻ ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഡിപ്രീസിയേഷൻ, ഇൻട്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നടത്തുക. വൗച്ചർ എൻട്രി, ഗേറ്റ് ഓഫ് ടാലി അക്കൗണ്ടിംഗ് വൗച്ചറിൽ വൗച്ചർ എൻട്രീസ് നടത്തുക. ഇതിന് ശേഷം ബാലൻസ് ഷീറ്റ് വ്യൂ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഗേറ്റ് ഓഫ് ടാലിയിൽ റിപ്പോർട്ട്സ് ഉണ്ട്, അതിൽ ബാലൻസ് ഷീറ്റ് എടുത്ത് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഒരു പാസ് മാർക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കൊക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 നിന്ന് നമുക്ക് ഇത്ര പഠിച്ചാലൊക്കെ മതിയാവും. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ടുള്ള ഏരിയാസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ചോദിക്കാനായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്സ്, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ സ്റ്റെപ്സ് എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, അതെങ്ങനെ, അതൊക്കെ നമുക്ക് എഴുതി വെക്കാനായിട്ട് ഒരു സി പാർട്ടിലൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ ടൈപ്സ് ഓഫ് വൗച്ചർ, ടൈപ്സ് ഓഫ് ലെഡ്ജർ, അതൊക്കെ നമുക്കൊരു 5 മാർക്സിനൊക്കെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.